19/10/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/3/2007 മധുബൻ. സൽപുത്രരായി തൻ്റെ രൂപത്തിലൂടെ ബാബയുടെ രൂപം കാണിച്ചു കൊടുക്കുക. നിർമ്മാണം അഥവാ സേവനത്തോടൊപ്പം നിർമ്മല വാണിയുടെയും വിനയാൻവിത സ്ഥിതിയുടെയും ബാലൻസ് വയ്ക്കുക. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഭാഗ്യത്തിൻ്റെ രേഖകൾ കണ്ട് ഹർഷിതമാവുകയാണ്. എല്ലാ കുട്ടികളുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ജ്യോതിയുടെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നയനങ്ങളിൽ ആത്മീയതയുടെ ഭാഗ്യരേഖ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വായിൽ ശ്രേഷ്ഠ വാണിയുടെ ഭാഗ്യത്തിൻ്റെ രേഖ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുണ്ടുകളിൽ ആത്മീയ പുഞ്ചിരി കണ്ടുകൊണ്ടിരിക്കുന്നു. കൈകളിൽ സർവ പരമാത്മാ ഖജനാവുകളുടെ രേഖ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ഓർമ്മയുടെ ചുവടിലും പദമങ്ങളുടെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നതിൻ്റെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം ഓരോ കുട്ടിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഈ ഭാഗ്യത്തിൻ്റെ രേഖകൾ സ്വയം ബാബ ഓരോ കുട്ടിയുടെയും ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ പേന ഉപയോഗിച്ച് വരച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവിനാശിയായ ശ്രേഷ്ഠ ഭാഗ്യം കേവലം ഈ ജന്മത്തേക്ക് മാത്രമല്ല, എന്നാൽ അനേകം ജന്മങ്ങളുടെ അവിനാശി ഭാഗ്യരേഖകളാണ്. അവിനാശിയായ പിതാവാണ്, അവിനാശിയായ ഭാഗ്യത്തിൻ്റെ രേഖകളാണ്. ഈ സമയത്ത് ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ആധാരത്തിൽ സർവരേഖകളും പ്രാപ്തമാകുന്നു. ഈ സമയത്തെ പുരുഷാർത്ഥം അനേകം ജന്മത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കിക്കുന്നു. എല്ലാ കുട്ടികൾക്കും പ്രാപ്തി അനേകം ജന്മങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ബാബ്ദാദ അത് ഇപ്പോൾ ഈ സമയത്ത് ഈ ജന്മത്തിൽ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി ലഭിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. കേവലം ഭാവിയിലല്ല, എന്നാൽ ഇപ്പോഴും ഈ എല്ലാ രേഖകളും സദാ അനുഭവത്തിൽ വരണം. കാരണം ഇപ്പോഴത്തെ ഈ ദിവ്യ സംസ്കാരമാണ് താങ്കളുടെ പുതിയ ലോകം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ചെക്ക് ചെയ്യുവാൻ അറിയാമല്ലോ. സ്വന്തം ചെക്കറാവുക. അപ്പോൾ സർവ ഭാഗ്യത്തിൻ്റെ രേഖകളും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ? ഈ പ്രാപ്തി അന്തിമത്തിലാണ് കാണപ്പെടുക എന്നല്ലല്ലോ മനസ്സിലാക്കുന്നത്. പ്രാപ്തിയും ഇപ്പോഴുണ്ട്. അപ്പോൾ പ്രാപ്തിയുടെ അനുഭവവും ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഭാവിയിലെ ലോകത്തിലെ സംസ്കാരം ഇപ്പോൾ പ്രത്യക്ഷ ജീവിതത്തിൽ അനുഭവപ്പെടണം. അപ്പോൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഭാവിയിലെ ലോകത്തിലെ സംസ്കാരങ്ങളുടെ മഹിമ ചെയ്യുന്നു. ഭാവിയിലെ ലോകത്തിൽ ഒരു രാജ്യമായിരിക്കും ഉണ്ടാകുന്നത്. ഓർമ്മയുണ്ടല്ലോ ആ ലോകം. എത്ര തവണ ആ ലോകത്തിൽ രാജ്യം ഭരിച്ചിട്ടുണ്ട്? ഓർമ്മയുണ്ടോ? അതോ ഓർമ്മിപ്പിക്കുമ്പോഴാണോ ഓർമ്മ വരുന്നത്? എന്തായിരുന്നു എന്നത് സ്മൃതിയിൽ ഉണ്ടല്ലോ. എന്നാൽ അതേ സംസ്കാരം ഇപ്പോഴത്തെ ജീവിതത്തിൽ പ്രത്യക്ഷ രൂപത്തിൽ ഉണ്ടോ? അപ്പോൾ ചെക്ക് ചെയ്യൂ. ഇപ്പോഴും മനസ്സിൽ, ബുദ്ധിയിൽ, സംബന്ധ സമ്പർക്കത്തിൽ, ജീവിതത്തിൽ ഒരു രാജ്യമാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് ആത്മാവിൻ്റെ രാജ്യത്തോടൊപ്പം മായയുടെ രാജ്യവും ഇല്ലല്ലോ? ഏതുപോലെ ഭാവിയിലെ പ്രാപ്തിയിൽ ഒരേ ഒരു രാജ്യമാണുള്ളത്, രണ്ടില്ല. അപ്പോൾ ഇപ്പോഴും 2 രാജ്യം ഇല്ലല്ലോ. ഏതുപോലെ ഭാവിയിലെ രാജ്യത്തിൽ ഒരു രാജ്യത്തോടൊപ്പം ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം ഏതാണ്? സമ്പൂർണ്ണ പവിത്രതയുടെ ധാരണയുടെ ധർമ്മമുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യൂ. പവിത്രത സമ്പൂർണമാണോ? സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടായിരിക്കരുത്.
പവിത്രത എന്നാൽ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും സമ്പൂർണ്ണ പവിത്രതയുടെ ഒരേ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ബ്രഹ്മചാരി ആയിരിക്കണം. തൻ്റെ ചെക്കിംഗ് ചെയ്യുവാൻ അറിയാമോ? ആർക്ക് തൻ്റെ ചെക്കിംഗ് ചെയ്യാൻ അറിയാമോ അവർ കൈ ഉയർത്തു. അറിയുന്നുണ്ട്? ചെയ്യുന്നുമുണ്ടോ? ചെയ്യുന്നുണ്ടോ? ടീച്ചേഴ്സിന് അറിയാമോ? ഡബിൾ ഫോറിനേഴ്സിന് അറിയാമോ? എന്തുകൊണ്ട്? ഇപ്പോഴുള്ള പവിത്രത കാരണം താങ്കളുടെ ജഡചിത്രത്തിൽ നിന്ന് പോലും പവിത്രത ആവശ്യപ്പെടുന്നു. പവിത്രത, അതായത് ഏകധർമ്മം, ഇപ്പോഴാണ് സ്ഥാപിതമാകുന്നത്. അത് ഭാവിയിലും തുടരുന്നു. ഇതേപോലെ തന്നെ ഭാവിയിലെ മഹിമ എന്താണ്? ഒരു രാജ്യം, ഒരു ധർമ്മം, അതിനോടൊപ്പം സദാ സുഖം, ശാന്തി, സമ്പത്ത്, അഖണ്ഡ സുഖം, അഖണ്ഡ ശാന്തി, അഖണ്ഡ സമ്പത്ത്. അപ്പോൾ ഇപ്പോഴുള്ള താങ്കളുടെ സ്വരാജ്യത്തിൻ്റെ ജീവിതത്തിൽ അത് വിശ്വരാജ്യമാണ്. ഈ സമയത്തുള്ളത് സ്വരാജ്യമാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. അവിനാശി സുഖം, പരമാത്മാ സുഖം അവിനാശിയായി അനുഭവപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും സാധനത്തിൻ്റെയോ ഏതെങ്കിലും സൗകര്യങ്ങളുടെയോ ആധാരത്തിലല്ലല്ലോ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ഒരിക്കലും ഏതെങ്കിലും കാരണത്താൽ ദുഃഖത്തിൻ്റെ അലകൾ അനുഭവത്തിൽ വരാൻ പാടില്ല. ഏതെങ്കിലും പേര്, മാന്യത, പെരുമ, ഇതിൻ്റെ ആധാരത്തിലല്ലല്ലോ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? ഈ പേര്, മാന്യത, പ്രൗഢി, സാധനങ്ങൾ, സൗകര്യങ്ങൾ ഇവയെല്ലാം സ്വയമേ വിനാശിയാണ്, അല്പകാലത്തേക്കാണ്. അപ്പോൾ വിനാശിയായ ആധാരത്തിലൂടെ അവിനാശിയായ സുഖം ലഭിക്കുകയില്ല. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കൂ. ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കൂ. സ്വയം തന്നിൽ ചെക്കും ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ മനസ്സിലാകും ഇപ്പോഴുള്ള സംസ്കാരവും ഭാവിയിലെ ലോകത്തിൻ്റെ പ്രാപ്തിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന്. നിങ്ങളേവരും ജനിച്ചപ്പോൾ തന്നെ ബാബ്ദാദയോട് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ? ഈ വാഗ്ദാനം ചെയ്തു നമ്മളെല്ലാവരും ബാബയുടെ സഹചാരികളായി, വിശ്വമംഗളകാരിയായി പുതിയ സുഖ ശാന്തിമയ ലോകം ഉണ്ടാക്കുന്നവരാണ്. ഓർമ്മയുണ്ടോ? തൻ്റെ വാഗ്ദാനം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. ഉറച്ച വാഗ്ദാനമാണോ? അതോ അല്പം ആശയക്കുഴപ്പം ഉണ്ടാകുന്നുവോ? പുതിയ ലോകം ഇപ്പോൾ പരമാത്മാ സംസ്കാരത്തിൻ്റെ ആധാരത്തിലൂടെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ കേവലം ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്താൽ പോരാ, എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയും ഇപ്പോൾ അനുഭവിക്കേണ്ടതുണ്ട്. സുഖത്തിനോടൊപ്പം ശാന്തിയുടേതും ചെക്ക് ചെയ്യൂ. അശാന്തമായ സർക്കംസ്റ്റൻസ്, അശാന്തമായ വായുമണ്ഡലത്തിലും ശാന്തി സാഗരത്തിൻ്റെ കുട്ടികളായ താങ്കൾക്ക് സദാ കമലപുഷ്പ സമാനം അശാന്തിയെയും ശാന്തിയുടെ വായുമണ്ഡലത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുമോ? ശാന്തമായ വായുമണ്ഡലം ഉള്ളപ്പോൾ അതിൽ താങ്കൾ ശാന്തി അനുഭവിച്ചു എന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ താങ്കളുടെ വാഗ്ദാനമാണ് അശാന്തിയെ ശാന്തിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നവരാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പരിവർത്തകരാണ്, പരവശമല്ലല്ലോ. പരിവർത്തകരാണ്. പരിവർത്തകർ ഒരിക്കലും പരവശമാവുക സാധ്യമല്ല. ഇപ്രകാരം സമ്പത്ത്, അക്ഷയ സമ്പത്ത്, സ്വരാജ്യ അധികാരിയുടേത് എന്തെല്ലാമാണ്? ജ്ഞാനം, ഗുണം, ശക്തികൾ. സ്വരാജ്യ അധികാരിയുടെ സമ്പത്തുകൾ ഇവയാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ജ്ഞാനത്തിൻ്റെ മുഴുവൻ വിസ്താരത്തിൻ്റെയും സാരത്തെ സ്പഷ്ടമായി അറിഞ്ഞു കഴിഞ്ഞുവല്ലോ.
ജ്ഞാനത്തിൻ്റെ അർത്ഥം കേവലം പ്രഭാഷണം നടത്തി കോഴ്സ് എടുത്തു എന്നല്ല. ജ്ഞാനത്തിൻ്റെ അർത്ഥമാണ് വിവേകം. അപ്പോൾ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും വാക്കും ജ്ഞാനം, അതായത് വിവേകശാലിയായി നോളജ്ഫുള്ളായി ചെയ്യുന്നുണ്ടോ? സർവഗുണങ്ങളും പ്രാക്ടിക്കൽ ജീവിതത്തിൽ എമർജായി ഇരിക്കുന്നുണ്ടോ? സർവവും ഉണ്ടോ അതോ യഥാശക്തിയാണോ? ഇതേപോലെ സർവശക്തികൾ. താങ്കളുടെ ടൈറ്റിലാണ് മാസ്റ്റർ സർവശക്തിവാൻ, ശക്തിവാൻ എന്നല്ല. അപ്പോൾ സർവശക്തികളും സമ്പന്നമാണോ? ഇനി രണ്ടാമത്തെ കാര്യമാണ്, സർവശക്തികളും വേണ്ട സമയത്ത് കാര്യം ചെയ്യുന്നുണ്ടോ? വേണ്ട സമയത്ത് ഹാജരാകുന്നുണ്ടോ? അതോ സമയം കടന്നു പോവുകയും പിന്നീട് ഓർമ്മ വരികയും ചെയ്യുകയാണോ? അപ്പോൾ ചെക്ക് ചെയ്യൂ 3 കാര്യങ്ങളും. ഒരു രാജ്യം, ഒരു ധർമ്മം, അവിനാശി സുഖം, ശാന്തി, സമ്പത്ത്. കാരണം ഇപ്പോൾ സ്വരാജ്യത്തിൻ്റെ സമയത്തുള്ള അനുഭവം എന്താണോ അത് പുതിയ ലോകത്തിൽ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളുടെയും അനുഭവം ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ മുതൽ ഈ സംസ്കാരം എമർജ് ആകുമ്പോഴാണ് അനേകം ജന്മങ്ങൾ പ്രാപ്തിയുടെ രൂപത്തിൽ തുടരുന്നത്. ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊള്ളും, അവസാനം ആകുമ്പോഴായിരിക്കും നടക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. ബാപ്ദാദ മുൻപേ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന വളരെ കാലത്തെ അഭ്യാസമാണ് വളരെ കാലത്തെ പ്രാപ്തിയുടെ ആധാരം. അന്തിമത്തിൽ നടന്നുകൊള്ളും എന്ന് ചിന്തിക്കരുത്. നടന്നുകൊള്ളും എന്ന് പാടില്ല, നടക്കുക തന്നെ വേണം. എന്തുകൊണ്ട്? സ്വരാജ്യത്തിൻ്റെ അധികാരം എന്താണോ അതിൻ്റെ വളരെ കാലത്തെ അഭ്യാസം ഇപ്പോൾ ആവശ്യമാണ്. അഥവാ ഒരു ജന്മത്തിൽ അധികാരിയാകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, അധീനമായി മാറുന്നുവെങ്കിൽ അനേകം ജന്മങ്ങൾ എങ്ങനെയാകും? അതിനാൽ ബാപ്ദാദ 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികൾക്കും വീണ്ടും വീണ്ടും സൂചന നൽകുകയാണ്. ഇപ്പോൾ സമയത്തിൻ്റെ വേഗത തീവ്രഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ കേവലം പുരുഷാർത്ഥി ആയാൽ പോരാ, എന്നാൽ തീവ്ര പുരുഷാർത്ഥിയായി പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവം ഇപ്പോൾ വളരെ കാലത്തേക്ക് ചെയ്യണം. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷണങ്ങൾ ബാപ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. തീവ്ര പുരുഷാർത്ഥി സദാ മാസ്റ്റർ ദാതാവായിരിക്കും. വാങ്ങുന്നവരല്ല ദേവത, നൽകുന്നവർ. ഇത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പുരുഷാർത്ഥം നടന്നേനെ. ഇവർ ചെയ്തെങ്കിൽ ഞാനും ചെയ്തേനെ. ഇവർ പരിവർത്തനപ്പെട്ടെങ്കിൽ ഞാനും പരിവർത്തനപ്പെട്ടേനെ. ഇവർ മാറണം, ഇവർ ചെയ്യണം. ഇത് ദാതാവിൻ്റെ ലക്ഷണമല്ല. ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ബാപ്ദാദയ്ക്ക് സമാനം ചെയ്യണം, ബ്രഹ്മബാബയ്ക്ക് സമാനവും. സാകാരത്തിലും കണ്ടിട്ടുണ്ട്. കുട്ടികൾ ചെയ്താൽ ഞാൻ ചെയ്യാം എന്ന് ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് സദാ വിനയം. കാര്യം ചെയ്യുമ്പോഴും വിനയം. നിർമ്മാണവും വിനയവും രണ്ടിൻ്റെയും ബാലൻസ് ആവശ്യമാണ്. എന്തുകൊണ്ട്? വിനയമുള്ളവരായി കാര്യം ചെയ്യുന്നതിൽ സർവരിലൂടെയും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ആശീർവാദങ്ങളും ലഭിക്കുന്നു. ബാപ്ദാദ കണ്ടു, നിർമ്മാണത്തിൻ്റെ, അതായത് സേവനത്തിൻ്റെ ക്ഷേത്രത്തിൽ ഇക്കാലത്ത് എല്ലാവരും നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബാപ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ആശംസകൾ നൽകുകയാണ്. ബാപ്ദാദയുടെ അടുക്കൽ നിർമ്മാണത്തിൻ്റെ അഥവാ സേവനത്തിൻ്റെ വളരെ നല്ല നല്ല പ്ലാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ബാപ്ദാദ കണ്ടു, നിർമ്മാണത്തിൻ്റെ കാര്യം വളരെ നല്ലതാണ്. എന്നാൽ എത്രത്തോളം സേവനത്തിൻ്റെ കാര്യത്തിൽ
ഉത്സാഹവും ഉന്മേഷവും ഉണ്ടോ അത്രയും, അഥവാ വിനയത്തിൻ്റെ സ്റ്റേജിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നിർമ്മാണത്തിൻ്റെ, അതായത് സേവനത്തിൻ്റെ കാര്യത്തിൽ സഫലത ഇനിയും കൂടുതൽ പ്രത്യക്ഷ രൂപത്തിൽ ഉണ്ടാവുക സാധ്യമാണ്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, വിനയ സ്വഭാവം, വിനയ വാക്ക്, വിനയസ്ഥിതിയിലൂടെ സംബന്ധ സമ്പർക്കത്തിൽ വരണം. ദേവതമാരുടെ മഹിമ ചെയ്യുന്നു, എന്നാൽ ബ്രാഹ്മണരുടെ മഹിമയാണ് ദേവതമാരുടെ കാര്യത്തിൽ പറയുന്നത്. അവരുടെ വായിൽ നിന്നും ഏതൊരു വാക്കുകൾ വരുന്നുവോ അത് വജ്രങ്ങളും മുത്തുകളും പോലെയാണ്. അമൂല്യവും നിർമ്മല വാണിയും നിർമ്മല സ്വഭാവവും. ഇപ്പോൾ ബാബ്ദാദ കണ്ടു, നിർമ്മല വാണി, വിനയാന്വിത സ്ഥിതി, അതിൽ ഇപ്പോൾ അറ്റൻഷൻ ആവശ്യമാണ്. ഇപ്പോൾ ബാബ്ദാദ നോക്കുന്നുണ്ട്, റിസൾട്ട് കേൾപ്പിക്കുമല്ലോ. കാരണം ഈ സീസണിൻ്റെ ലാസ്റ്റ് ടേൺ ആണ്. അപ്പോൾ ബാബ്ദാദ കണ്ടു, നിർമ്മല വാണി, വിനയമുള്ള സ്ഥിതി, അതിൽ ഇപ്പോൾ അറ്റൻഷൻ ആവശ്യമാണ്. ബാബ്ദാദ ഖജനാവുകളുടെ 3 കണക്കുകൾ ശേഖരിക്കുവാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടിൽ എന്താണ് കണ്ടത്? 3 കണക്കുകൾ ഏതെല്ലാമാണ്? അത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്നിരുന്നാലും റിവൈസ് ചെയ്യുകയാണ്. ഒന്നാണ് തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേതാണ് സദാ സ്വയവും സന്തുഷ്ടമായിരിക്കണം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കണം. ഭിന്ന ഭിന്ന സംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ടും സന്തുഷ്ടമായിരിക്കണം, സന്തുഷ്ടം ആക്കുകയും വേണം. ഇതിലൂടെ ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കപ്പെടുന്നു. അഥവാ ഏതെങ്കിലും കാരണവശാൽ സന്തുഷ്ടം ആക്കുന്നതിൽ കുറവ് അവശേഷിക്കുകയാണെങ്കിൽ പുണ്യത്തിൻ്റെ കണക്കിൽ ശേഖരണം ഉണ്ടാകുന്നില്ല. സന്തുഷ്ടത പുണ്യത്തിൻ്റെ താക്കോലാണ്. ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കാം, ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യാം. മൂന്നാമത്തേതാണ് സേവനത്തിലും സദാ നിസ്വാർത്ഥം, ഞാൻ എന്ന ഭാവമില്ല. ഞാൻ ചെയ്തു അല്ലെങ്കിൽ എൻ്റേതായിരിക്കണം. ഈ ഞാൻ എന്നതും എൻ്റേത് എന്നതും എവിടെ സേവനത്തിൽ വരുന്നുവോ അവിടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടുന്നില്ല. എൻ്റേതെന്ന ഭാവത്തിൻ്റെ അനുഭവയാണോ? റോയൽ രൂപത്തിൻ്റെ എൻ്റേതെന്ന ഭാവവും വളരെയധികമുണ്ട്. റോയൽ രൂപത്തിലുള്ള എൻ്റേതെന്ന ഭാവത്തിൻ്റെ ലിസ്റ്റ് സാധാരണ എൻ്റേതെന്ന ഭാവത്തേക്കാൾ നീണ്ടതാണ്. അപ്പോൾ എവിടെയെല്ലാം ഞാനും എൻ്റേതും എന്ന സ്വാർത്ഥത വരുന്നുവോ, നിസ്വാർത്ഥത ഇല്ലയോ, അവിടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടുന്നത് കുറവായിരിക്കും. എൻ്റേതെന്ന ഭാവത്തിൻ്റെ ലിസ്റ്റ് പിന്നീട് എപ്പോഴെങ്കിലും കേൾപ്പിക്കാം. വളരെ നീണ്ടതാണ്, വളരെ സൂക്ഷ്മവുമാണ്. അപ്പോൾ ബാബ്ദാദ കണ്ടു, തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ യഥാശക്തി എല്ലാവരും തങ്ങളുടെ കണക്ക് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആശീർവാദങ്ങളുടെ കണക്കും പുണ്യത്തിൻ്റെ കണക്കും അതിപ്പോൾ നിറയ്ക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനാൽ 3 കണക്കുകളും ശേഖരിക്കുന്നതിൻ്റെ അറ്റൻഷൻ വേണം. വെറൈറ്റി സംസ്കാരം ഇപ്പോഴും കാണപ്പെടും. എല്ലാവരുടെയും സംസ്കാരം ഇപ്പോൾ സമ്പന്നം ആയിട്ടില്ല. എന്നാൽ നമ്മുടെ മേൽ മറ്റുള്ളവരുടെ ദുർബല സ്വഭാവത്തിൻ്റെ, ദുർബല സംസ്കാരങ്ങളുടെ പ്രഭാവം പതിയുവാൻ പാടില്ല. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ദുർബല സംസ്കാരം ശക്തിശാലിയല്ല. മാസ്റ്റർ സർവശക്തിവാനായ എൻ്റെ മേൽ ദുർബല സംസ്കാരത്തിൻ്റെ പ്രഭാവം ഉണ്ടാകാൻ പാടില്ല. സേഫ്റ്റിയുടെ ഉപാധിയാണ് ബാബ്ദാദയുടെ ഛത്രഛായയിൽ ഇരിക്കുക. ബാബ്ദാദയോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കുക. ഛത്രഛായയാണ് ശ്രീമത്. ഇന്ന് ബാബ്ദാദ സൂചന നൽകുകയാണ്. സ്വയം പ്രതി ഓരോരുത്തരും സങ്കല്പത്തിൽ, വാക്കിൽ, സംബന്ധ സമ്പർക്കത്തിൽ, കർമ്മത്തിൽ
നവീനത കൊണ്ടുവരുന്നതിൻ്റെ പ്ലാൻ ഉണ്ടാക്കുക തന്നെ വേണം. ബാബ്ദാദ ആദ്യം റിസൾട്ട് നോക്കും. എന്ത് നവീനതയാണ് കൊണ്ടുവന്നത്? പഴയ സംസ്കാരത്തെ ദൃഢസങ്കല്പത്താൽ പരിവർത്തനപ്പെടുത്തിയോ? ഈ റിസൾട്ട് ആദ്യം നോക്കും. എന്താണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ചെയ്യട്ടെ എന്നാണോ? ചെയ്യും എന്ന് പറയുന്നവർ കൈ ഉയർത്തു. ചെയ്യുമോ? നല്ലത്. ചെയ്യുമോ അതോ മറ്റുള്ളവരെ നോക്കുമോ? എന്തു ചെയ്യും? മറ്റുള്ളവരെ നോക്കരുത്, ബാബ്ദാദയെ നോക്കണം. തങ്ങളുടെ മുതിർന്ന ദാദിയെ നോക്കണം. എത്ര വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്റ്റേജാണ്. ബാബ്ദാദ പറയുന്നു, അഥവാ ഞാൻ എന്നതിൽ നിന്നും, പരിധിയുള്ള എൻ്റേത് എന്നതിൽ നിന്നും വേറിട്ടവരായ ആരെങ്കിലും കാണണമെങ്കിൽ തൻ്റെ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥയായ ദാദിയെ നോക്കൂ. മുഴുവൻ ലൈഫിലും പരിധിയുള്ള എൻ്റേതെന്ന ഭാവത്തിൽ നിന്നും പരിധിയുള്ള ഞാനെന്ന ഭാവത്തിൽ നിന്നും വേറിട്ടതായിരുന്നു. അതിൻ്റെ റിസൾട്ടായി എത്ര രോഗം ഉണ്ടായിരുന്നിട്ടും ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ നിന്നും വേറിട്ടതാണ്. ഒരേ ഒരു വാക്ക് ഉറച്ചതാണ്. ദാദി, എന്തെങ്കിലും വേദനയുണ്ടോ? ദാദി, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തുത്തരം ലഭിക്കുന്നു? ഒന്നുമില്ല എന്ന്. കാരണം നിസ്വാർത്ഥവും വിശാല ഹൃദയവുമാണ്. സർവരെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. സർവർക്കും പ്രിയപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ അടയാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മബാബയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹത്തിൽ ബാബ ഉണ്ടായിരുന്നല്ലോ എന്ന്. പക്ഷേ ദാദിയാണെങ്കിൽ നിങ്ങളോടൊപ്പം പ്രഭുവിൻ്റെ പാലനയിലായിരുന്നു, പഠനത്തിലിരുന്നു, സേവനത്തിൽ സഹചാരി ആയിരുന്നു. അപ്പോൾ നിസ്വാർത്ഥ സ്ഥിതിയിൽ ഒരാൾക്ക് ആകുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കേവർക്കും ആകുവാൻ സാധിക്കില്ലേ? ആകുവാൻ സാധിക്കുമല്ലോ. ബാബ്ദാദയ്ക്ക് നിശ്ചയമുണ്ട്, താങ്കളും ആകാൻ പോകുന്നവരാണ്. എത്ര തവണ ആയിട്ടുണ്ട് ഓർമ്മയുണ്ടോ? അനേകം കൽപ്പങ്ങളിൽ ബാബയ്ക്ക് സമാനം ആയിട്ടുണ്ട്. ഇപ്പോഴും താങ്കൾ തന്നെയാണ് ആകാൻ പോകുന്നവർ. ഈ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പറന്നുകൊണ്ടിരിക്കൂ. ബാബയ്ക്ക് താങ്കളിൽ നിശ്ചയമുണ്ട്. അപ്പോൾ താങ്കളും സ്വയം തന്നിൽ സദാ നിശ്ചയബുദ്ധി ആവുക തന്നെ വേണം. ഇങ്ങനെയുള്ള നിശ്ചയബുദ്ധിയായി പറന്നുകൊണ്ടിരിക്കൂ. ബാബയോട് സ്നേഹമുണ്ടെന്നിരിക്കെ സ്നേഹത്തിൽ 100% കൂടുതലാണ് എന്ന് പറയുന്നു. ഇത് ശരിയല്ലേ? ആരെല്ലാമാണോ ഇരിക്കുന്നത്, അഥവാ ആരെല്ലാമാണോ അവരവരുടെ സ്ഥാനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരും സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ സ്വയം 100% ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അവർ കൈ ഉയർത്തു. 100% ആണോ? എല്ലാവരും ഉയർത്തി. ശരി. പിന്നിലുള്ളവർ കൈ നീട്ടി ഉയർത്തു, കൈ വീശു. ഇന്ന് 22,000-ലും അധികം സഹോദരി സഹോദരന്മാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എല്ലാവരും കൈ ഉയർത്തി. അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമാണ് സമാനം ആവുക. ആരോട് സ്നേഹമുണ്ടോ അവരെ പോലെ സംസാരിക്കുക, അവരെ പോലെ നടക്കുക, അവരെ പോലെ സംബന്ധ സമ്പർക്കം നിറവേറ്റുക. ഇതാണ് സ്നേഹത്തിൻ്റെ അടയാളം. ഇന്ന് ബാബ്ദാദ ഇപ്പോൾ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സെക്കൻഡിൽ സ്വരാജ്യത്തിൻ്റെ സീറ്റിൽ കൺട്രോളിംഗ് പവറിൻ്റെയും റൂളിംഗ് പവറിൻ്റെയും സംസ്കാരത്തിൽ എമർജ് രൂപത്തിൽ സെക്കൻഡിൽ ഇരിക്കുവാൻ സാധിക്കുമോ? എങ്കിൽ ഒരു സെക്കൻഡിൽ 2-3 മിനിറ്റ് രാജ്യ അധികാരിയുടെ സീറ്റിൽ സെറ്റാകൂ. ശരി, ഡ്രിൽ ചെയ്യിച്ചു. 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹസ്മരണയുടെ കത്തും ഒപ്പം ഏതെല്ലാം സയൻസിൻ്റെ സാധനങ്ങളുണ്ടോ അവയിലൂടെയുള്ള സ്നേഹസ്മരണകൾ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. തൻ്റെ ഹൃദയത്തിലെ സമാചാരവും ധാരാളം കുട്ടികൾ എഴുതുകയും ചെയ്യുന്നു.
ആത്മീയ സംഭാഷണവും കേൾപ്പിക്കുന്നു. ബാബ്ദാദ ആ എല്ലാ കുട്ടികൾക്കും റെസ്പോൺസ് നൽകുകയാണ്. സദാ സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനാണ്. ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിലെ വാത്സല്യവും ബാബ്ദാദയ്ക്ക് വിശേഷിച്ച ആ ആത്മാക്കളെ പ്രതി ഉണ്ട്. 4 ഭാഗത്തുമുള്ള ആരെല്ലാം സമാചാരം നൽകുന്നുവോ എല്ലാവരും നല്ല നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഏതെല്ലാം പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനുള്ള ആശംസകളും ബാബ്ദാദ നൽകുകയാണ്. വരദാനവും നൽകുകയാണ്. മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കൂ. 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ കോടിയിൽ ചിലരുമായ ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ വിശേഷ സ്നേഹസ്മരണകൾ. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ധൈര്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ആശംസകളും നൽകുകയാണ്. ഭാവിയിൽ തീവ്ര പുരുഷാർത്ഥി ആകുന്നതിൻ്റെയും ബാലൻസിൻ്റെയും കോടി മടങ്ങ് ബ്ലെസ്സിങ്ങും നൽകുകയാണ്. എല്ലാവരുടെയും ഭാഗ്യത്തിൻ്റെ നക്ഷത്രം സദാ തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ. മറ്റുള്ളവരുടെയും ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെയും ആശീർവാദങ്ങൾ നൽകുകയാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ കേട്ടുകൊണ്ടുമിരിക്കുന്നു, കണ്ടുകൊണ്ടുമിരിക്കുന്നു. ബാബ്ദാദയും 4 ഭാഗത്തുമുള്ള ദൂരെയിരിക്കുന്ന എല്ലാ കുട്ടികളെയും കണ്ട് സന്തോഷിക്കുകയാണ്. കണ്ടുകൊണ്ടേയിരിക്കൂ. മധുബൻ്റെ ശോഭ സദാ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളോടൊപ്പം നമസ്തേ. വരദാനം: അറ്റൻഷനാകുന്ന നെയ്യിലൂടെ ആത്മീയ സ്വരൂപത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ തിളക്കത്തെ വർദ്ധിപ്പിക്കുന്ന ആകർഷണമൂർത്തിയായി ഭവിക്കട്ടെ. ബാബയിലൂടെയും നോളജിലൂടെയും ആത്മീയ സ്വരൂപത്തിൻ്റെ നക്ഷത്രം തിളങ്ങിക്കഴിയുമ്പോൾ അണയുക സാധ്യമല്ല. എന്നാൽ തിളക്കത്തിൻ്റെ പെർസെൻറ്റേജ് കുറയുകയോ കൂടുകയോ ചെയ്തേക്കാം. ഈ നക്ഷത്രം സദാ തിളങ്ങിക്കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നത് ദിവസവും അമൃതവേളയിൽ അറ്റൻഷനാകുന്ന നെയ്യ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ്. ഏതുപോലെ ദീപത്തിൽ നെയ്യ് ഒഴിക്കുമ്പോൾ അത് ഏകരസമായി ജ്വലിക്കുന്നു. ഇപ്രകാരം സമ്പൂർണ്ണ അറ്റൻഷൻ നൽകുക, അതായത് ബാബയുടെ സർവഗുണങ്ങളെയും ശക്തികളെയും സ്വയം തന്നിൽ ധാരണ ചെയ്യുക. ഈ അറ്റൻഷനിലൂടെ ആകർഷണമൂർത്തിയായി മാറും. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സാധനയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. യോഗത്തിൻ്റെ ശക്തി ശേഖരിക്കുന്നതിനായി കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് കൂടുതൽ വർദ്ധിപ്പിക്കൂ. കർമ്മം ചെയ്യുമ്പോഴും യോഗത്തിൻ്റെ പവർഫുൾ സ്റ്റേജ് ഉണ്ടായിരിക്കട്ടെ. ഇതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതുപോലെ സേവനത്തിനു വേണ്ടി ഇൻവെൻഷൻ നടത്തുന്നുവോ അതേപോലെ ഈ വിശേഷ അനുഭവങ്ങളുടെ അഭ്യാസത്തിനു വേണ്ടി സമയം കണ്ടെത്തൂ. നവീനത കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ എക്സാമ്പിൾ ആകൂ. സൂചന: ഇന്ന് മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ രാജയോഗി തപസ്വി സഹോദരി സഹോദരന്മാരും വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് യോഗാഭ്യാസത്തിൻ്റെ സമയത്ത് മാസ്റ്റർ സർവശക്തിവാന്റെ ശക്തിശാലി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് പ്രകൃതി സഹിതം സർവ ആത്മാക്കൾക്കും പവിത്രതയുടെ കിരണങ്ങൾ നൽകി സദോ പ്രധാനം ആകുന്നതിൻ്റെ സേവനം ചെയ്യണം. ഓം ശാന്തി. ആത്മാവിൽ ഗുപ്തമായിരിക്കുന്ന ശ്രേഷ്ഠതകൾ പ്രത്യക്ഷമാക്കുന്ന സംഗമയുഗത്തിലെയും ഭാവിയിലെയും വിശേഷതകളുടെ 108 സമാനങ്ങൾ. ഞാൻ
അശരീരി ആത്മാവാണ്. ഞാൻ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണനാണ്. ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഞാൻ പരമാത്മാ ജ്ഞാനിയാണ്. ഞാൻ സഹജ രാജയോഗിയാണ്. ഞാൻ ദിവ്യ ഗുണധാരിയാണ്. ഞാൻ വിശ്വസേവാധാരിയാണ്. ഞാൻ വിഘ്നവിനാശകനാണ്. ഞാൻ സഫലതാ നക്ഷത്രമാണ്. ഞാൻ മഹാൻ ആത്മാവാണ്. ഞാൻ വിജയീ രത്നമാണ്. ഞാൻ ജ്ഞാനസ്വരൂപമാണ്. ഞാൻ ശാന്തസ്വരൂപമാണ്. ഞാൻ സ്നേഹസ്വരൂപമാണ്. ഞാൻ സുഖസ്വരൂപമാണ്. ഞാൻ ശക്തിസ്വരൂപമാണ്. ഞാൻ ആനന്ദസ്വരൂപമാണ്. ഞാൻ പവിത്ര സ്വരൂപമാണ്. ഞാൻ അവ്യക്ത ഫരിഷ്തയാണ്. ഞാൻ ആകർഷണ മൂർത്തിയാണ്. ഞാൻ സത്യോഗി ദേവാത്മാവാണ്. ഞാൻ ഡബിൾ കിരീടധാരിയാണ്. ഞാൻ 16 കലാ സമ്പന്നമാണ്. ഞാൻ സമ്പൂർണ്ണ നിർവികാരിയായ ആത്മാവാണ്. ഞാൻ സർവഗുണസമ്പന്നമായ ആത്മാവാണ്. ഞാൻ ഡബിൾ അഹിംസകനാണ്. ഞാൻ മര്യാദാ പുരുഷോത്തമനാണ്. ഞാൻ കർമ്മയോഗി ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ പദമാപദം ഭാഗ്യശാലിയാണ്. ഞാൻ നിസ്വാർത്ഥ സേവാധാരിയാണ്. ഞാൻ സാക്ഷി ദ്രഷ്ടാവാണ്. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. ഞാൻ ആകർഷണമൂർത്തിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ സാക്ഷാത്കാരമൂർത്തിയാണ്. ഞാൻ മഹാദാനിയും വരദാനിയുമാണ്. ഞാൻ പൂർവിക ആത്മാവാണ്. ഞാൻ വിശ്വമംഗളകാരിയാണ്. ഞാൻ ഭക്തരുടെ ഇഷ്ടദേവതയാണ്. ഞാൻ മാസ്റ്റർ ദയാസാഗരമാണ്. ഞാൻ ബാബ്ദാദയുടെ നയനങ്ങളിലെ നക്ഷത്രമാണ്. ഞാൻ ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. ഞാൻ ആത്മീയ പേഴ്സണാലിറ്റിയുള്ള റോയൽ ആത്മാവാണ്. ഞാൻ സന്തുഷ്ടമണിയാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഞാൻ സ്വദർശന ചക്രധാരിയാണ്. ഞാൻ അന്തർമുഖിയാണ്. ഞാൻ നിമിത്തമാണ്. ഞാൻ സർവഭാരരഹിതമായിരിക്കുന്ന ട്രസ്റ്റിയാണ്. ഞാൻ സർവരുടെയും സത്കാരിയാണ്. ഞാൻ ശിവശക്തി സംയുക്ത സ്വരൂപമാണ്. ഞാൻ ലൈറ്റ് ഹൗസ്
മൈറ്റ് ഹൗസാണ്. ഞാൻ സമർത്ഥ സ്വരൂപ ആത്മാവാണ്. ഞാൻ നിശ്ചയ ബുദ്ധിയാണ്. ഞാൻ ത്രികാലദർശിയായ ആത്മാവാണ്. ഞാൻ നിർവിഘ്ന ആത്മാവാണ്. ഞാൻ യജ്ഞരക്ഷകനാണ്. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ഞാൻ പരമാത്മാ പാലനയുടെ അധികാരിയായ ആത്മാവാണ്. ഞാൻ ബാബയുടെ ഛത്രഛായയിലിരിക്കുന്ന സ്നേഹി ആത്മാവാണ്. ഞാൻ വിശ്വത്തിൻ്റെ പ്രകാശദീപമാണ്. ഞാൻ ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്ന ആത്മാവാണ്. ഞാൻ അഷ്ടശക്തി സ്വരൂപമാണ്. ഞാൻ ഭക്തരുടെ ഇഷ്ടദേവതയാണ്. ഞാൻ മാസ്റ്റർ സുഖദാതാവാണ്. ഞാൻ ഇച്ഛാമാത്രം അവിദ്യയായ ആത്മാവാണ്. ഞാൻ ഹോളി ഹംസമാണ്. ഞാൻ വ്യർത്ഥത്തെ സമർത്ഥമാക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ സർവപ്രാപ്തികളുടെയും അധികാരിയാണ്. ഞാൻ മായാജീത്തും പ്രകൃതിജീത്തുമാണ്. ഞാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ്. ഞാൻ പരംധാം നിവാസിയാണ്. ഞാൻ നിരാകാരിയും നിർവികാരിയും നിരഹങ്കാരിയുമാണ്. ഞാൻ ബന്ധനമുക്ത ആത്മാവാണ്. ഞാൻ പരിധിയില്ലാത്ത വൈരാഗിയാണ്. ഞാൻ ബാബയോടൊപ്പം പാട്ടഭിനയിക്കുന്ന വിശേഷ ആത്മാവാണ്. ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്ന ആത്മാവാണ്. ഞാൻ സൃഷ്ടി നാടകത്തിലെ ഹീറോ പാട്ടുധാരിയാണ്. ഞാൻ ദർശനീയ മൂർത്തിയാണ്. ഞാൻ മാസ്റ്റർ ഭാഗ്യവിധാതാവാണ്. ഞാൻ പ്രഭു പ്രിയ ആത്മാവാണ്. ഞാൻ ഹർഷിത മൂർത്തിയാണ്. ഞാൻ അക്ഷീണ സേവാധാരിയാണ്. ഞാൻ പുണ്യ ആത്മാവാണ്. ഞാൻ മാസ്റ്റർ ബീജരൂപമാണ്. ഞാൻ സ്വചിന്തകനാണ്. ഞാൻ ശുഭചിന്തകനാണ്. ഞാൻ ത്രികാലദർശിയും ത്രിലോകീനാഥനുമാണ്. ഞാൻ സ്മൃതി സ്വരൂപമായ സമർത്ഥ ആത്മാവാണ്. ഞാൻ ഏകരസസ്ഥിതി അനുഭവിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ ദൃഢസങ്കൽപ്പധാരിയാണ്. ഞാൻ സർവശക്തിവാന്റെ കൂട്ടുകെട്ടിലിരിക്കുന്ന നിർഭയ ആത്മാവാണ്. ഞാൻ പരോപകാരിയായ ആത്മാവാണ്. ഞാൻ വിശ്വപരിവർത്തക ആത്മാവാണ്. ഞാൻ ആദി പിതാവിന് സമാനം ശാന്തിയുടെയും ശക്തിയുടെയും സ്തംഭമാണ്. ഞാൻ അംഗദനു സമാനം
അചഞ്ചല ആത്മാവാണ്. ഞാൻ തീവ്ര പുരുഷാർത്ഥിയാണ്. ഞാൻ ബാബയിലൂടെ സർവസംബന്ധത്തിൻ്റെയും അനുഭവം നേടുന്ന ഭാഗ്യനക്ഷത്രമാണ്. ഞാൻ ഒരു ബലത്തിലും ഒരാശ്രയത്തിലും ഇരിക്കുന്ന അചഞ്ചല ആത്മാവാണ്. ഞാൻ ബാബയുടെ സമീപ ആത്മാവാണ്. ഭഗവാനെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ലഭിച്ച ശ്രേഷ്ഠ ഭാഗ്യശാലിയാണ്. ഞാൻ ഗുണമൂർത്തിയും വിജയമാലയിലെ മണിയുമാണ്. ഞാൻ കമലപുഷ്പ സമാനമായിരിക്കുന്ന വേറിട്ടും പ്രിയപ്പെട്ടതുമായ ആത്മാവാണ്. ഞാൻ വിധിയിലൂടെ സിദ്ധി നേടുന്ന സർവസിദ്ധി സ്വരൂപമാണ്. ഞാൻ ആത്മീയ യോദ്ധാവാണ്. ഞാൻ ബാബ